പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണിത്. ഇത് 2024 ഡിസംബർ 14 വരെയുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാനിത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വരുന്നത് 9-ാം തീയതിയാണ്. ഇത് പക്ഷേ 14 വരെയുള്ള പുതിയ തൊഴിൽ വാർത്തയിലെ പുതിയ ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഒന്നാമത്തത്, ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന? അപ്പോൾ 51-ാമത്താണ്. ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന? 51. അടുത്തത്, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആഡംബര ഔദ്യോഗിക വസതി എന്താക്കി മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചത്? ഹസീനയ്ക്കെതിരെ നടന്ന ഒരു വിപ്ലവത്തിൻ്റെ സ്മാരകമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഹസീനയ്ക്കെതിരെ നടന്ന വിപ്ലവത്തിൻ്റെ സ്മാരകം. അടുത്ത, ചെന്നൈ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമുള്ളൊരു ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണ്? സ്റ്റാർ 1 എന്നാണ്. ചെന്നൈ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരാണ് സ്റ്റാർ 1. അടുത്തത്, സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ നേടിയതാണ് എം കെ സാനു. ടാൻസൺ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ ഒരു ഹോളിവുഡ് നടൻ ആണ് റോൺ ഈലി എന്നാണ് പറയുന്നത്. റോൺ ഈലി. അടുത്തത്, കൈരളി പുരസ്കാരം. അങ്ങനെ ഈ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കൈരളി ഗവേഷണ പുരസ്കാര ജേതാക്കളാണ് കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പ്രൈസ് ഫോർ ദ റിസർച്ചേഴ്സ് പ്രൊഫസർ ചാത്തനാഥ് അച്യുതനുണ്ണി, പി ദിവാകരൻ, കെ മോഹനൻ. കേരള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പ്രൈസ് ഫോർ റിസർച്ചേഴ്സ് ബി രാജീവൻ, പ്രൊഫസർ സെബാസ്റ്റ്യൻ, പ്രൊഫസർ കേശവൻ വെളുത്താട്ട്. അടുത്ത ചോദ്യമായി വരുന്നത്, ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യ ബലൂണുകൾ പറത്തിവിട്ടത്? ഉത്തര കൊറിയ. അടുത്ത, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണവ് ജ്യോതിനാഥ്. അടുത്തത്, എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അനന്ത് നാഥ്. അടുത്തത്, 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 176. അടുത്തിടെ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി എസ് പുട്ടസ്വാമി ഏത് നിലയിൽ പ്രസിദ്ധി നേടി? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തി ആണ്. സൈന്യത്തിനുള്ള യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സംരംഭം ഏതാണ്? ടാറ്റ എയർക്രാഫ്റ്റ്. കേരള ഹൈക്കോടതിയിൽ എത്ര ജഡ്ജിമാരെയാണ് അടുത്തിടെ നിയമിച്ചത്? 5 ജഡ്ജിമാരെയാണ്. 5. ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത്. മലേറിയ മുക്ത രാജ്യം ഈജിപ്ത്. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 68ാമത് ബാലൺദോർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? റോഡ്രി. അടുത്തത്, 2024 ഒക്ടോബർ 31 അന്തരിച്ച TPG നമ്പ്യാർ ഏത് പ്രമുഖ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ്? ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെതാണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ ആണ്. ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.